നമസ്കാരം. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസൺ ഏത് പൊസിഷനിൽ കളിക്കും? ഇത് സാധാരണ ഒരു ക്രിക്കറ്റ് ആരാധകൻ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. 2026 ഏഷ്യൻ ഗെയിംസിനുള്ള പുരുഷ ക്രിക്കറ്റ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BCCI പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീമിൽ 15 അംഗങ്ങളാണുള്ളത്. ശ്രേയസ് അയ്യർ ക്യാപ്റ്റനും തിലക് വർമ്മ വൈസ് ക്യാപ്റ്റനുമാണ്. ടീമിൽ സഞ്ജുവിനെ കൂടാതെ നിരവധി പരിചയസമ്പന്നരും അവർക്കൊപ്പം വൈഭവ് സൂര്യവംശിയെ പോലെയുള്ള യുവതാരവുമുണ്ട്. അപ്പോൾ നാം സംസാരിച്ചു തുടങ്ങിയത് സഞ്ജു ഏത് പൊസിഷനിൽ ടീമിൽ കളിക്കും എന്ന കാര്യത്തെക്കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ടീം അംഗങ്ങൾ തമ്മിലുള്ള മത്സര സാധ്യത സഞ്ജുവിനാണ്. സഞ്ജുവും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഇഷാൻ കിഷനും തമ്മിലായിരിക്കും. അതായത് ഇവർ തമ്മിൽ ടീമിലെ ഒന്നാമത്തെ വിക്കറ്റ് കീപ്പർ ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള മത്സരം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ വിക്കറ്റ് കീപ്പർ എന്നുള്ളത് സഞ്ജുവിന് തന്നെയായിരിക്കും. ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സഞ്ജു കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2020 ഫോർമാറ്റിലെ ബാറ്റിങ്ങിൻ്റെ, അതായത് അദ്ദേഹത്തിന് 2020 ഫോർമാറ്റിൽ ബാറ്റിംഗ് കഴിവ് ടീമിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പൊസിഷനായിരിക്കും ഓപ്പണറായി അദ്ദേഹത്തെ നിയോഗിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന് 5ാമത് പൊസിഷനിലോ 6ാമത് പൊസിഷനിലോ ആണ് സഞ്ജുവിനെ കളിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കരുത്ത് ടീമിന് ഒരിക്കലും പ്രയോജനപ്പെടാനുള്ള സാധ്യത ഉണ്ടാകില്ല. അങ്ങനെയുള്ള സാധ്യത വളരെ കുറവ് തന്നെയായിരിക്കും. നിലവിൽ BCCI പ്രഖ്യാപിച്ചിട്ടുള്ള ടീമിലെ ടോപ്പ് 5 പൊസിഷനിൽ ആരൊക്കെ കളിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പണേഴ്സ് ആകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അതായത് അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പണേഴ്സായിട്ട് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ എതിർ ടീമിന് വളരെ ശ്രമകരമായിരിക്കും. മൂന്നാമതായി ഇറങ്ങുന്നത് തിലക് വർമ്മയാണ്. തിലക് വർമ്മ മൂന്നാമനായി ഇറങ്ങുമ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 4മനായി ഇറങ്ങുന്നുണ്ട്. ശിവം ദുബെയാണ് 5മതായി ഇറങ്ങുന്നത്. ഇതിൽ അഭിഷേകിൻ്റെയും സഞ്ജുവിൻ്റെയും ഓപ്പണിംഗ് കോമ്പിനേഷൻ പ്രത്യേകിച്ച് ഏത് ടീമുകൾക്കും വളരെ അപകടകരമായിരിക്കും. എന്നിരിക്കലും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ ടീമിൽ എങ്ങനെയായിരിക്കും, അത് ഏത് പൊസിഷനിലാണ് സാധ്യത കൂടുതൽ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ഓപ്പണിംഗ് പൊസിഷനിൽ സഞ്ജുവിന് 70% സാധ്യതയുണ്ട്. 5ാം പൊസിഷനിലാണെങ്കിൽ 30%, 6ാം പൊസിഷനിലാണ് എന്നുണ്ടെങ്കിൽ 15%. ഇനി നമുക്ക് ഇന്ത്യയുടെ ശക്തമായ പ്ലേയിങ് 11 ആരൊക്കെ ആയിരിക്കും, പ്ലേയിങ് 11ൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്നൊന്ന് പറഞ്ഞാലോ. അഭിഷേക് ശർമ്മ ഓപ്പണറായിരിക്കും. സഞ്ജു സാംസൺ ടീമിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും. പിന്നെ തിലക് വർമ്മ 3മനായും, 4ാം നമ്പർ പൊസിഷനിൽ ശ്രേയസ് അയ്യർ, 5ാം നമ്പറിൽ ശിവൻ ദുബെ, 6ാം നമ്പറിൽ അക്സർ പട്ടേൽ, 7ാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദർ, 8ാം നമ്പറിൽ ഹർഷിത് റാണ, 9ാം നമ്പറിൽ ബുംറയും, 10ാം നമ്പറിൽ അർഷ്ദീപ് സിംഗും, 11ാം നമ്പറിൽ വരുൺ ചക്രവർത്തിയുമായിരിക്കും. ഇതിൽ 3മനായി തിലക് വർമ്മ ഇറങ്ങുമ്പോൾ തിലക് വർമ്മയിൽ വളരെ വളരെ വലിയ പ്രതീക്ഷയാണ്. നമ്മൾ തുടക്കത്തിൽ 5 ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരെ കാര്യം പറഞ്ഞിരുന്നു. ആദ്യത്തെ 5 പേരെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ 2 ഓപ്പണേഴ്സ് കഴിഞ്ഞ് തിലക് വർമ്മയുണ്ട്. തിലക് വർമ്മയ്ക്ക് ശേഷം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുണ്ട്, ശിവം ദുബെയുണ്ട്, ഇങ്ങനെ തിലക് വർമ്മയുണ്ട്. ഇത്രയും പേര് ആദ്യം പറഞ്ഞു. എങ്കിലും ഈ പറയുന്ന രീതിയിൽ ഈ ടീമിൻ്റെ മധ്യനിരയിൽ തിലക് വർമ്മയുടെ പെർഫോമൻസ്, പിന്നീട് ക്യാപ്റ്റൻ ശ്രേയസിൻ്റെ പെർഫോമൻസ് ഒക്കെ ടീമിന് ഒരു മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. അതിന് വർമ്മയ്ക്ക് കഴിയും. അയ്യരെ സംബന്ധിച്ച് 2020 ക്രിക്കറ്റിൽ 4ാം നമ്പർ പൊസിഷനിൽ ഏറ്റവും നല്ല ബാറ്ററാണ് അദ്ദേഹം ക്യാപ്റ്റനുമാണ്. 5മതായി ഇറങ്ങുന്ന ശിവൻ ദുബെയെ സംബന്ധിച്ച് അദ്ദേഹം പവർ ഹിറ്ററാണ്, ഒപ്പം മീഡിയം പേസറുമാണ്. 6മനായി കളിക്കുന്ന അക്സർ പട്ടേൽ ഏറ്റവും നല്ല സ്പിന്നറും അവസാന ഓവറുകളിൽ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഏറ്റവും നല്ല ഫിനിഷറുമാണ്. ടീമിന് അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണകരമായിരിക്കും. അടുത്ത നമുക്ക് വാഷിംഗ്ടൺ സുന്ദർ മികച്ച സ്പിന്നറാണ്, ഓൾറൗണ്ടറുമാണ്. പിന്നെ ഹർഷിത് റാണ ഒരു ഫാസ്റ്റ് ബൗളറാണ്. ഇന്ത്യൻ ബൗളിംഗ് നിരയിലെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് കൂട്ടായി അർഷ്ദീപ് സിംഗ് മറ്റൊരു ഇടംകയ്യൻ പേസ് ബൗളറാണ്. വരുൺ ചക്രവർത്തി ഏറ്റവും മികച്ചൊരു സ്പിൻ ബൗളറുമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സഞ്ജുവിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് കീപ്പർ പൊസിഷൻ വന്നാൽ
ഈ പറയുന്ന ഇഷാൻ കിഷൻ എവിടെ കളിക്കും എന്ന ചോദ്യം ഉണ്ടാകും. സഞ്ജുവിനൊപ്പം ഇഷാൻ കിഷൻ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഒരാൾ വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ഓൾറൗണ്ടർമാരുടെ എണ്ണം കുറയും. അതായത് കൂടുതൽ ബൗളേഴ്സിനെ, ഇപ്പോൾ സ്പിൻ ബൗളേഴ്സിൽ നമ്മൾ അക്സർ പട്ടേലിനെ പറഞ്ഞു, അതുപോലെ തന്നെ ഈ പറയുന്ന വാഷിങ്ടൺ സുന്ദറിനെ പറഞ്ഞു. അപ്പോൾ ഇവരെയൊക്കെ ഇതിലേത് സ്പിൻ ബൗളറെ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളത് ഒരു ടീം 11-അംഗ ടീം വരുമ്പോൾ അതിലൊരു ആശയക്കുഴപ്പമുണ്ടാകും. ഇതൊക്കെ ആണെങ്കിലും ഇത്രയും പറയുമ്പോഴും ഇഷാൻ കിഷൻ തീർച്ചയായിട്ടും വളരെ ശക്തനായിട്ടുള്ള ഒരു ബാക്കപ്പ് പ്ലെയർ തന്നെ ആയിരിക്കും. കാര്യം ഏറ്റവും നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം തന്നെ ആയിരിക്കും. ടീമിന് എന്തായാലും ഇങ്ങനെ പറയുമ്പോൾ സഞ്ജു തന്നെ ആയിരിക്കും ഓപ്പണറായി വരുന്നത്. ഇനി നമുക്ക് ടീമിലെ സ്പിന്നർമാരുടെ കാര്യം മാത്രം എടുക്കാം. രവി ബിഷ്ണോയി, വരുൺ ചക്രവർത്തിക്ക് പകരം ടീമിൽ ഉൾപ്പെടാൻ കഴിയുന്ന നല്ലൊരു ഓപ്ഷനാണ്. അത് ബൗളേഴ്സിന് പിച്ച് എത്രത്തോളം അനുകൂലമാണ്, അതായത് ഇപ്പോൾ കളി തുടങ്ങുമ്പോൾ സ്പിൻ ബൗളിങ്ങിന് ഏറ്റവും അനുകൂലമായ പിച്ചാണോ ഈ പിച്ച് എന്നുള്ളത് ക്യാപ്റ്റനും മറ്റൊരു ടീം അധികൃതരും തീരുമാനിക്കുകയാണെങ്കിൽ സ്പിൻ ബൗളിങ്ങിന് എത്രത്തോളം പിച്ച് അനുകൂലമാണെന്നുണ്ടെങ്കിൽ അതിൽ രവി ബിഷ്ണോയിയെ ടീമിൽ ഉൾപ്പെടുത്തിയാൽ അത് ടീമിന് ഏറ്റവും നല്ല റിസൾട്ട് കൊണ്ടുവരാൻ കഴിയും. അതായത് ഈ പറയുന്ന പോലെ ഈ സ്പിൻ അക്സർ പട്ടേലും ഏറ്റവും നല്ലൊരു സ്പിൻ ബൗളറുമാണ്. ഇത് പറയുമ്പോൾ 2023 ടീമുമായിട്ട് ഇപ്പോഴത്തെ ടീമിനെ താരതമ്യം ചെയ്യുമ്പോൾ ടീമിലെ വളരെ വലിയൊരു മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 2023 ഋതുരാജ് ഗേക്വാദാണ് ടീമിനെ നയിച്ചത്. ഓപ്പണറായി ഋതുരാജും ജയ്സോളുമായിരുന്നു. പിന്നീട് മിഡിൽ ഓർഡറിൽ തിലക് വർമ്മയും റിങ്കു സിംഗും ഉണ്ടായിരുന്നു. പേസ് ബൗളർമാരായി അക്ഷദീപ് സിംഗ് അന്ന് ഉണ്ടായിരുന്നു, ആവേശ, മുകേഷ് എന്നിവരും ഉണ്ടായിരുന്നു. അന്ന് സ്പിൻ ബൗളറായിട്ട് രവി ബിഷ്ണോയി ഉണ്ടായിരുന്നു, വാഷിങ്ടൺ സുന്ദർ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ മത്സരത്തിലുടനീളം ജയ്സ്വാൾ അത്യാവശ്യം തിളങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആണെങ്കിലും ടീം 2023 കൂടുതൽ ശക്തമായിട്ടുണ്ട്. 2026 തന്നെയാണ് ഏറ്റവും നല്ല ടീം സ്ക്വാഡ് ഉള്ളത്. 2023 പേസ് നിരയേക്കാളും എന്തുകൊണ്ടും 2026 പേസ് നിരയ്ക്ക് ഒരു മികച്ച പെർഫോമൻസ് ടീമിന് കാണിക്കാൻ കഴിയും. ബുംറ തന്നെയായിരിക്കും അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കാൻ പോകുന്നത്. ഏഷ്യൻ ഗെയിംസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ ടീമിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ബൗളറായിരിക്കും ബുംറ. ഇനി നമുക്ക് ഇന്ത്യൻ ടീമിലെ മറ്റു അപകടകാരികളായിട്ടുള്ള കളിക്കാരെ കൂടെ, ബാറ്റ്സ്മാൻമാരെ കുറിച്ചുകൂടെ നമുക്ക് പറഞ്ഞു പോകാം. അഭിഷേക്, സഞ്ജു, തിലക് വർമ്മ, അയ്യർ, ശ്രേയംസ് അയ്യർ, ശിവൻ തുമ്പെ, അക്സർ എന്നിവരും ഏറ്റവും നല്ല അപകടകാരികളായ കളിക്കാർ തന്നെയായിരിക്കും മറ്റു ടീമുകൾക്ക്. 2020 ഇന്ന് മറ്റേത് ടീമിനേക്കാളും ശക്തമായ ബാറ്റിംഗ് നിരയാണ് ഇന്ത്യൻ ടീമിലുള്ളത്. വാഷിങ്ടണും വരുണും അർഷ്ദീപും ബുംറയും ഇതിൽ ഏറ്റവും നല്ല, മറ്റേത് ടീമിനേക്കാളും ഏറ്റവും നല്ല ബൗളിംഗ് കോമ്പിനേഷനാണ് ഇന്ത്യൻ ടീമിനുള്ളത്. ഇതെല്ലാം ഇന്ത്യൻ ടീമിൻ്റെ സ്ക്വാഡ് നമ്മൾ ആകെ പരിശോധിക്കുമ്പോൾ 6 ബാറ്റ്സ്മാൻമാർ ബാറ്റിംഗ് ഓപ്ഷൻ ടീമിനുണ്ട്. 6 പേര് ശരിക്കും ഏറ്റവും നല്ല 6 ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ടീമിലുണ്ട്. മികവാർന്ന ഓൾറൗണ്ടേഴ്സായിട്ട് 2 പേരെങ്കിലും ഉണ്ട്. ഇടംകയ്യൻ പേസ് ബൗളറും വലംകയ്യൻ പേസ് ബൗളറുണ്ട്. ലോകത്തെ ഏറ്റവും മൂർച്ചയേറിയ ഫാസ്റ്റ് ബൗളറും ഇന്ത്യൻ ടീമിനുണ്ട്. ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യ ഗോൾഡ് മെഡൽ ഇതൊക്കെ ഉള്ളപ്പോൾ നേടുമോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ 80% മുതൽ 85% വരെ സാധ്യത ഇന്ത്യക്കുണ്ട്. ഇനി മറ്റ് ടീമുകളുടെ സാധ്യതയെക്കുറിച്ച് പറയാനാണെങ്കിൽ പാകിസ്ഥാന് വെറും 8 മുതൽ 12% വരെ സാധ്യതയുള്ളൂ. ശ്രീലങ്കയെ സംബന്ധിച്ചാണെങ്കിൽ അത് 5 മുതൽ 8% വരെ. ബംഗ്ലാദേശിനെ സംബന്ധിച്ചാണെങ്കിൽ 3 മുതൽ 5 വരെയും ഉള്ള സാധ്യതയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഇന്ത്യയുടെ ഇത്രയും പറയുമ്പോൾ ഇന്ത്യക്ക് സാധ്യത വർദ്ധിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അത് മുൻപ് നാം പറഞ്ഞതുപോലെ ബൗളർമാരെ കൊണ്ട്, ജസ്പ്രീത് ബുംറയെ പോലെയുള്ള ബൗളർമാരുടെ അഡ്വാൻറ്റേജും സഞ്ജു, അഭിഷേക് ഓപ്പണിങ് പവർ പ്ലേയിൽ തന്നെ ഒരു ബാറ്റിംഗ് തുടങ്ങുമ്പോൾ ടീമിൻ്റെ പവർ പ്ലേയിൽ തന്നെ മത്സരം തിരിച്ചുവിടാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. പിന്നെ സ്പിൻ ബൗളർമാരുടെ കരുത്ത്. ഇങ്ങനെ ഈ 3 കാരണങ്ങൾ തന്നെ ഇന്ത്യൻ ടീമിന് ഈ പറഞ്ഞ രീതിയിൽ ഏഷ്യൻ ഗെയിംസിലെ ഗോൾഡ് മെഡൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. 2026 ജപ്പാനിലെ സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ക്രിക്കറ്റിലെ T20 ഫോർമാറ്റിലാണ് കളി നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ജേതാക്കളാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒളിമ്പിക്സിലെ ക്രിക്കറ്റ് ഇത്തവണയുണ്ട്. അതിൽ നമുക്ക് ഇന്ത്യക്ക് മത്സരിക്കാനാകും. നാം ഇത്രയും പറയുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൽ സഞ്ജു തന്നെ ആയിരിക്കുമോ? ഇന്ത്യയുടെ പ്ലേയിങ് ആദ്യ 11-ൽ ഓപ്പണറായി സഞ്ജു ഉണ്ടാകുമോ? ഓപ്പണറായി സഞ്ജുവിനെ ഇറക്കുമോ? അതോ ഇനി 3-ാം നമ്പറിൽ ആയിരിക്കുമോ സഞ്ജുവിൻ്റെ സ്ഥാനം? ഇനി നമുക്ക് ഒന്നുകൂടി ടീം അംഗങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, തിലക് വർമ്മ, ശ്രേയംസ് അയ്യർ, ശിവം ദുംബെ, അക്സർ പട്ടേൽ, വാഷിങ്ടൺ സുന്ദർ,
അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ഇഷാൻ കിഷൻ, രവി ബിഷ്ണോയ്, വൈഭവ് സൂര്യവംശി, നിതീഷ് കുമാർ റെഡ്ഡി എന്നിങ്ങനെയാണ് ടീം അംഗങ്ങൾ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഏഷ്യൻ ഗെയിംസിൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആദ്യ 11-ൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണറായി ഉണ്ടാകുമോ? ഇതാണ് ആരാധകർ ഇപ്പോൾ ഈ അവസരത്തിൽ ഉറ്റുനോക്കുന്നത്.